എല്ലാവർക്കും നമസ്കാരം. സ്നേഹ ബഹുമാന്യായ ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. മാർപ്പാപ്പയുടെ വേർപാട് നമ്മെ എല്ലാം വേദനിപ്പിച്ചിരിക്കുകയാണല്ലോ. ഈ സമയത്ത് കരുണയുള്ള ദൈവത്തിൽ നമുക്ക് ആശ്വാസം തേടാം. ദുഃഖഭാരത്തിൽ ഒരുമിച്ചുകൊണ്ട് നമുക്ക് മാർപ്പാപ്പയുടെ നന്മകൾ ഓർക്കാം. ഈ ഭൂമി നമ്മുടെ സ്ഥിരവാസ്ഥലമല്ലെന്ന് ഓർക്കുമ്പോൾ മരണമൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ മരണത്തെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. പൂമുട്ട് വിരിയും, പരിമളം തൂകും, വാടും പൊഴിയും. അത് സ്വാഭാവികമാണ്, അതിന് മാറ്റാൻ സാധ്യമല്ലല്ലോ. ജനിക്കുക എന്നാൽ മരണത്തിന് വിധിക്കപ്പെട്ടു എന്നത് ഇവിടെ അന്വർത്ഥമാകുകയാണ്. ഓരോ മരണവും ജീവിച്ചിരിക്കുന്നവർക്ക് വലിയൊരു മുന്നറിയിപ്പാണ്. നമ്മുടേതാണെന്ന് നാം അഹങ്കരിച്ചതെല്ലാം മറ്റാരുടെയോ കയ്യിലാകുന്ന ദിവസം അല്ലേ? എപ്പോഴാണ് മരണം നമ്മെ തലോടി പോകുന്നതെന്ന് അറിയില്ല. മരണത്തിനുമുണ്ടൊരു സൗന്ദര്യം. മരണം എന്ന് ഒന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരിക്കൽ നാം എല്ലാവരും മരിക്കും എന്നതാണ് ജീവിതത്തിന്റെ സൗന്ദര്യം. മരണമില്ലായിരുന്നുവെങ്കിൽ ആരുടെയും ജീവിതത്തിന് കാര്യക്ഷമതയോ ഉത്സാഹമോ ഉണ്ടാകുമായിരുന്നില്ല. മാർപ്പാപ്പയുടെ ശരീരവും മനസ്സും ഒക്കെ നശിച്ചു പോയേക്കാം. പക്ഷേ സചേതനമായ ഒരു വ്യക്തിത്വ പ്രഭാവം കുട്ടികൊള്ളുന്നു. അതെന്നും നിലനിൽക്കും, നശിക്കുന്നില്ല, അനശ്വരമാണ്. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ് ക്രമേണ ദൈവസ്വരൂപങ്ങളായിട്ട് മാറുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പദവിയും വ്യക്തിത്വമാണ് നമുക്ക് ഇന്ന് പ്രചോദനമാക്കേണ്ടത്. ഒരാൾ ആരാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് എന്തെങ്കിലും പദവി നൽകിയാൽ മതി. ചെങ്കോലും കിരീടവും സ്വന്തമാകുമ്പോൾ തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഒരാൾ ചെയ്യും. ചിലർ പ്രതാപശാലികളാകും, മറ്റു ചിലർ വിനയമുള്ളവരാകും. ഇവിടെയാണ് മാർപ്പാപ്പയുടെ വ്യക്തിത്വം നാം മനസ്സിലാക്കേണ്ടത്. ആ വിനയമാണ് ഇന്ന് ലോകം അംഗീകരിക്കപ്പെടുന്നത്. സിംപ്ലിസിറ്റി ഈസ് എ പവർഫുൾ ലൈഫ് എന്ന് അദ്ദേഹം നമ്മെ കാണിച്ചു തന്നു. ആർച്ച് ബിഷപ്പായിരുന്നപ്പോൾ ഔദ്യോഗിക വസതിയിൽ പോലും താമസിക്കാതെ ചെറിയ വീട്ടിൽ താമസിക്കുകയും സാധാരണക്കാരനെ പോലെ ബസ്സുകളിലും റിക്ഷകളിലും ഒക്കെ സഞ്ചരിക്കുകയും ചെയ്ത് വലിയ മാതൃക കാണിച്ചതാണ് നമ്മുടെ മാർപ്പാപ്പ. അദ്ദേഹം എത്ര വലിയ മഹത്വമുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ട്രാൻസ്ജെൻഡേഴ്സിന്റെ അവകാശങ്ങൾ അംഗീകരിച്ചു, സഭയിൽ കാലാനുസരണമായ മാറ്റങ്ങൾ വരുത്തി, അർഹതപ്പെട്ടവരെ വിശുദ്ധന്മാരെയൊക്കെ പ്രഖ്യാപിച്ചു. ജാതി മത വർഗ ചിന്തകൾക്കപ്പുറം കിടക്കാൻ കഴിയുമ്പോഴാണ് നാം ലോക സംസ്കാരത്തിലേക്ക് ഉയരുന്നതെന്ന് അവർ നമ്മെ പഠിപ്പിച്ചു. ഹൃദയങ്ങളോടാണ് മാർപ്പാപ്പ സംസാരിച്ചത്. പരസ്പര ക്ലേശങ്ങൾ ദൂരീകരിക്കാനായില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മാതൃകയായ മഹാപുരുഷനാണ് ഇന്ന് നമ്മെ വിട്ടുപോയിരിക്കുന്നത്. ഒരു കൈയിൽ ദൈവത്തെയും മറ്റേ കൈയിൽ മനുഷ്യനെയും വഹിച്ചുകൊണ്ട് അദ്ദേഹം ലോകത്തിന് മാതൃകയാകുകയാണ് ചെയ്തത്. മനുഷ്യ സ്നേഹമാണ് ദൈവസ്നേഹമെന്ന് അവർ നമ്മെ കാണിച്ചു തന്നു. മാർപ്പാപ്പയുടെ വേർപാടിന്റെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. അവരുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പരേതന്റെ ആത്മാവ് ഇന്നും ദൈവവരങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് NS ബുക്സിന്റെ പേരിലും നാം ഡൽഹിയുടെ പേരിലും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിന് അനുശോചനം അറിയിക്കുന്നു. നമസ്കാരം.